ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിന്നേ ഒരല്പം കൊള്ളി കിട്ടിയിട്ടാ. അപ്പോൾ അതെന്തായാലും ഒന്ന് പുഴുങ്ങിയെടുക്കാൻ തീരുമാനിച്ചു. മോള് ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് ചെത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഓരോന്നായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തുട്ടാ. അപ്പോൾ എന്തായാലും മോള് പറഞ്ഞിട്ടുണ്ട് അത് തേങ്ങയും ഉള്ളിയും ഒരു പച്ചമുളകും കൂടി ചതച്ചിട്ടിട്ട് വേണം അമ്മേ ഇതൊന്ന് വറവ് കോരാൻ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാനത് കൊള്ളി ഓരോന്നായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തു, കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിലടുപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും ഞാനിട്ടു. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ അടുപ്പ് ഓണാക്കി കുക്കർ വെച്ചു. 2-3 വിസിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ കൊള്ളി നല്ല സെറ്റായി വന്നു. ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അല്പം എണ്ണ ഒഴിച്ചു. പിന്നെ കടുകിട്ട് പൊട്ടിച്ചു. ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചതുണ്ടല്ലോ, തേങ്ങയും പച്ചമുളകും അല്പം ഉള്ളിയും കൂടി ചതച്ചത് ഒന്ന് വഴറ്റി ആ പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കൊള്ളിക്കിഴങ്ങ് അതിലേക്ക് ചെരിഞ്ഞു കൊടുത്തു. എന്നിട്ട് 2-3 തവണ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വഴറ്റിയെടുത്ത് ഒരല്പം ഒന്ന് വറ്റിച്ചെടുത്ത് നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉള്ളിയും വറ്റൽമുളകും പിന്നെ ഒരു ലേശം പുളിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ചമ്മന്തിയും കൂടി റെഡിയാക്കി സെറ്റാക്കി അവൾക്ക് കൊടുത്തു. അവളെ ഹാപ്പിയോടെ കഴിച്ചു. അപ്പോൾ ഓക്കേ.